ओम शांति। ऐसे नहीं कि कब कर लेंगे, 10 व 15 दिन के बाद कर लेंगे, मधुबन जाकर पिछाड़ी को प्रैक्टिस कर लेंगे, ऐसे इंतज़ार बहुत करते हैं. എപ്പോഴെങ്കിലും ചെയ്യാം എന്നല്ല വിചാരിക്കേണ്ടത്, ഇപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ള ഒരു സങ്കല്പമാണ് കുട്ടികൾക്ക് വേണ്ടത്. അല്ലാതെ 10 ദിവസം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ചെയ്യാം, മധുബനിൽ പോയിട്ട് തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പ്രതീക്ഷയിലിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്തസാം കോ ഭൂൽ ജാത്തേ ഹേ. ഒരു വ്യവസ്ഥ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന കാര്യം അങ്ങ് മറക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്തസാം നഹി കർത്തേ ബാത്തോം കാ ഇന്തസാർ ബഹുത് കർത്തേ ഹേ. ഒരു വ്യവസ്ഥ ചെയ്യാതെ കാര്യങ്ങളുടെ പ്രതീക്ഷയിലാണ് കൂടുതലും കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നത്. इंतज़ार को निकाल इंतज़ाम में लग जाएंगे, फिर 75% റിസൾട്ട് हो जाएंगे. ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ തീരുമാനത്തിൽ മുഴുകുകയാണെങ്കിൽ 75% റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ കഴിയും. ഇത് ഇപ്പോഴേ ബാബ കുട്ടികളുടെ പുരുഷാർത്ഥത്തിൽ 25% മാത്രമേ ആയിട്ടുള്ളൂ. സമയത്തിനനുസരിച്ച് ആകേണ്ടത് 75%. അപ്പോൾ ബാബ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഇത്രയും വലിയ അന്തരത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? ഏത് പുരുഷാർത്ഥം ചെയ്താൽ, ഏത് വിധിയിലൂടെ നമുക്ക് ഈ വലിയ വ്യത്യാസം മാറ്റാൻ കഴിയും? അപ്പോൾ അതിനുള്ള ഉത്തരവാണ് ഇവിടെ ബാബ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെ ബ്രഹ്മബാബയുടെ സംസ്കാരം, ഏത് കാര്യവും ഇപ്പോഴിപ്പോൾ ചെയ്യണമെന്നുള്ള ബാബയുടെ ആ ഒരു സ്വഭാവം കുട്ടികളിലും കൂടി വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കുറവുകളെ ഇല്ലാതാക്കി ബാബയെപ്പോലെ ആകാൻ കഴിയും. അതാണ് ബാബ പറയുന്നത്, 75% റിസൾട്ട് വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ ഈ പുരുഷാർത്ഥത്തിലൂടെ സാധിക്കും. വർത്തമാൻ സമയ मेजॉरिटी के पुरुषार्थ की रिजल्ट 75 से कम नहीं होना चाहिए. വർത്തമാന സമയത്ത് മെജോറിറ്റി കുട്ടികളുടെയും പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ട് 75% കുറയാൻ പാടില്ല. कारण भी सुना रहे हैं, कोई समय का इंतज़ार कर रहे हैं, कोई समस्याओं का, कोई संबंधों का, कोई फिर अपने शरीर का. കാരണവും കുട്ടികൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ചിലർ പ്രശ്നങ്ങൾ ഇല്ലാതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ചിലർ തൻ്റെ സംബന്ധികൾ കാരണമാണ് അങ്ങനെ പറയുകയാണ്, ചിലർ തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയാകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ബാബ ഇവിടെ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ട് കുറയുന്നതിന് കുട്ടികൾ പല കാരണങ്ങൾ ബാബയുടെ മുന്നിൽ നിരത്തുകയാണ്. അതായത് പലരും സമയം വരുമ്പോൾ ഞാൻ ശരിയാകാം എന്ന് പറയുകയാണ്. പിന്നെ ചിലർ എൻ്റെ ഈ പ്രശ്നം ഇല്ലാതാകുമ്പോൾ ഞാൻ ബാബ പറയുന്ന രീതിയിൽ മുന്നോട്ടുയരും, അതേപോലെ എൻ്റെ ചില സംബന്ധികൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട്, എൻ്റെ പുരുഷാർത്ഥത്തിന് വിഘ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ അവസ്ഥയെ എനിക്ക് ഉയർത്താൻ കഴിയുന്നില്ല എന്നും, പിന്നെ ചിലർ എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ രോഗങ്ങൾ എൻ്റെ പുരുഷാർത്ഥത്തിനൊരു വിഘ്നമാണ് ബാബ എന്ന് ഇങ്ങനെ കുട്ടികൾ പലരും ഉത്തരം പറയുന്നുണ്ട് എന്ന് ബാബ പറയുകയാണ്. लेकिन जैसे हैं जो भी सामने हैं वैसे ही हालतों में इस ही शरीर में हमको संपूर्ण बनना है, यह लक्ष्य रखना है. എന്നാൽ എങ്ങനെയാണോ, എന്തെല്ലാം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ടോ, എന്ത് പരിതസ്ഥിതികളാണോ ഉള്ളത്, ഇതേ ശരീരത്തിൽ തന്നെ എനിക്ക് സമ്പൂർണ്ണം ആകണം എന്ന ലക്ഷ്യമാണ് വെക്കേണ്ടത്. അതായത് ബാബ പറയുന്നതിൻ്റെ സാരം, പരിതസ്ഥിതികൾ മാറിയിട്ടോ ശരീരത്തിൻ്റെ രോഗം ഇല്ലാതായതിന് ശേഷമോ ഒന്നും തന്നെ നമുക്ക് പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥകൾ എന്തു തന്നെയായിരുന്നാലും എനിക്ക് സമ്പന്നതയിലെത്തണം, എൻ്റെ പുരുഷാർത്ഥത്തിൽ ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നൊരു ലക്ഷ്യം വെച്ച് കുട്ടികൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അഭി കുച്ച് ആധാർ ഹോനെ കെ കാരൻ അധീൻ ബൻ ജാത്തെ ഹെ.
ഇപ്പോൾ കുറച്ച് ആധാരമുള്ളത് കാരണം അധീനമായി തീരുകയാണ്. ബാത്തോങ്കി അധീൻ ഹെ, കാര്യങ്ങൾക്ക് കുട്ടികൾ അധീനമാകുകയാണ്. ഹരേക്ക് അപ്പനി അപ്പനി കഹാനി അമൃതവേളയെ സുനാത്തെ ഹെ, ഓരോരുത്തരും അവരവരുടെ കഥ അമൃതവേളയിൽ ബാബയ്ക്ക് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെയധികം വരുന്നതുകൊണ്ട് കുട്ടികൾ ബാബയുടെ മുന്നിൽ, പ്രത്യേകിച്ചും അമൃതവേളയിൽ എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ബാബ എന്ന് കുട്ടികൾ കേൾപ്പിക്കുന്നുണ്ട് എന്ന് ബാബ പറയുകയാണ്. കോയി കേത്തെ ഹെ ശരീർ കാ രോഗ് ന ഹോ തോ ഹം ബഹുത് പുരുഷാർത്ഥ കരേ. അപ്പോൾ ചില കുട്ടികൾ പറയുന്നുണ്ടെന്ന്, ബാബ ശരീരത്തിന് അസുഖമില്ല എങ്കിൽ ഞാൻ നന്നായി പുരുഷാർത്ഥം ചെയ്തേനെ. കോയി കേത്തെ ബന്ധൻ ഹഠാതോ. പിന്നെ ചിലർ ബാബയോട് പറയുന്നുണ്ട്, ബന്ധനങ്ങൾ ഇഷ്ടം പോലെയാണ് ബാബ, ഈ ബന്ധനം ഒന്ന് ഇല്ലാതാക്കൂ. ലേക്കിൻ യഹ് തോ ഏക് ബന്ധൻ ഹടേഗ ദൂസര ആയേഗ. എന്നാൽ ഒരു ബന്ധനം ഇല്ലാതാകുമ്പോൾ അടുത്ത ബന്ധനം വരും. തൻ കാ ബന്ധൻ ഹടേഗ മൻ കാ ആയേഗ, ധൻ കാ ആയേഗ, സംബന്ധ കാ ആയേഗ, ഫിർ ക്യാ കരേംഗെ. അപ്പം ബാബ പറയുകയാണ്, ശരീരത്തിൻ്റെ ബന്ധനം ഇല്ലാതാകുമ്പോൾ മനസ്സിൻ്റെ ബന്ധനം വരും, ധനത്തിൻ്റെ ബന്ധനം വരും, ബന്ധങ്ങളുടെ ബന്ധനം വരും. പിന്നെ നിങ്ങൾ എന്തു ചെയ്യും? അതൊന്നും ഇല്ലാതായിട്ട് നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യാൻ പറ്റില്ല എന്ന് ബാബ വളരെ ഉറപ്പോടുകൂടി തന്നെ നമ്മളോട് പറയുകയാണ്. അതായത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ നമ്മുടെ പരീക്ഷണത്തിനുണ്ടാകും. പക്ഷേ അതിനെ പരീക്ഷയായിട്ടും പരീക്ഷണമായിട്ടും കണക്കാക്കി വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് ഉയരുന്നതിനുള്ളൊരു ധൈര്യം നമ്മൾ വയ്ക്കുകയാണ് വേണ്ടത്. ന ഖുദ് നഹി ഹട്ടേങ്കെ അപ്പനി ഹി ശക്തി സെ ഹട്ടാനേ ഹെ. പലപ്പോഴും നമ്മൾ വിചാരിക്കും പ്രശ്നങ്ങൾ തനിയെ പോകട്ടെ. ബാബു പറയാണ്, അത് സ്വയം ഒഴിയാൻ പോകുന്നില്ല, പ്രശ്നങ്ങൾ സ്വയം മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ മനഃശക്തി കൊണ്ട് തന്നെ നിങ്ങളതിനെ മാറ്റേണ്ടി വരും. കൈ സമജ്തേ ഹെ ബാപ്ദാദ ഹട്ടായെങ്കിൽ യാ സമയപ്രമാൺ ഹട്ടേങ്കെ. പിന്നെ ചില കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ബാപ്ദാദ എൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നേ. പിന്നെ ചില കുട്ടികൾ വിചാരിക്കുന്നത് സമയം വരുമ്പോൾ എല്ലാം ശരിയാകും, അങ്ങനെയാണ്. പരന്തു യഹ് നഹി സംജ്ഞായ. പക്ഷേ ഇങ്ങനെയും കുട്ടികൾ മനസ്സിലാക്കാൻ പാടില്ല. ബാപ്ദാദ പ്രശ്നങ്ങളെ മാറ്റും എന്നോ സമയം വരുമ്പോൾ പ്രശ്നങ്ങൾ മാറുമെന്നോ നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്ന് ബാബ പറയാണ്. अभी तो समय नज़दीक पहुंच गया है जिसमें अगर ढीला पुरुषार्थ रहा तो यह पुरुषार्थ का समय हाथ से खो देंगे. ഇപ്പോൾ സമയം വളരെ സമീപം എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് പുരുഷാർത്ഥത്തിൽ അയവ് കാണിക്കുകയാണെങ്കിൽ ഈ പുരുഷാർത്ഥത്തിൻ്റെ സമയം കൂടി കയ്യിൽ നിന്നും പോകും. പുരുഷാർത്ഥത്തിന് കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നില്ല എങ്കിൽ ഈ സമയവും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അബീത്തോ ഏക് ഏക് സെക്കൻഡ് ഏക് ഏക് ശ്വാസ് മാലൂം ഹേ കിത്തനെ ശ്വാസ് ചലത്തെ ഹേ. ഇപ്പോഴ ഓരോരോ സെക്കൻഡും ഓരോരോ ശ്വാസവും നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കൊരു ദിവസം എത്ര ശ്വാസം, നിങ്ങൾ ഒരു ദിവസം എത്ര ശ്വാസം എടുക്കുന്നുണ്ട്? അൻഗിനത്ത് ഹേന, എണ്ണി തീർക്കാൻ പറ്റില്ലല്ലോ. तो एक एक श्वास एक एक सेकंड सफल होना चाहिए. अभी ऐसा समय है. ഓരോരോ ശ്വാസവും ഓരോരോ സെക്കൻഡും സഫലമാകണം. ഇപ്പോൾ അങ്ങനെയുള്ള സമയമാണ്. अगर कुछ भी अलबेलापन रहा तो जैसे कई बच्चों ने साकार मधुर मिलन का सौभाग्य गवा दिया, वैसे ही यह पुरुषार्थ के सौभाग्य का समय भी हाथ से चला जाएगा. അഥവാ എന്തെങ്കിലും അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ബാബ പറയുകയാണ്, ഏതുപോലെ പല കുട്ടികളും സാകാര ബാബയുമായിട്ടുള്ള മധുരമിലനത്തിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി, അതേപോലെ ഈ പുരുഷാർത്ഥത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സമയവും
കയ്യിൽ നിന്നും പോകും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ബ്രഹ്മാബാവയുള്ള സമയത്ത് പല കുട്ടികൾക്കും ബാബയെ പോയി കാണുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ നാളെയാകട്ടെ എന്ന് മാറ്റിവെച്ച് ഒരു ദിവസം ബാബ ദേഹത്തിൽ നിന്നും പോയി. എന്നും അവർക്ക് പശ്ചാത്താപത്തിനുള്ള ദിവസങ്ങളായിരുന്നു, അല്ലെങ്കിൽ നിമിഷങ്ങളായിരുന്നു. അതാണ് ബാബ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ചെയ്യാനുള്ള കാര്യം അപ്പോഴപ്പോൾ ചെയ്യുന്നില്ല, നാളത്തേക്ക് അത് നീട്ടിവെക്കുകയാണെങ്കിൽ പുരുഷാർത്ഥത്തിൻ്റെ ഈ സൗഭാഗ്യത്തിൻ്റെ സമയവും നമ്മുടെ കയ്യിൽ നിന്നും പോയി പോകും. ഇസിലിയെ പഹലേ സേ ഹി സുനാ രഹേ ഹെ. അതുകൊണ്ടാണ് ബാബ നേരത്തെ തന്നെ കേൾപ്പിക്കുന്നത്. പുരുഷാർത്ഥ സേ സ്നേഹ് രഖ് പുരുഷാർത്ഥ കോ ആകെ ബഢാവോ. പുരുഷാർത്ഥത്തോട് സ്നേഹം വെച്ച് പുരുഷാർത്ഥത്തെ മുന്നോട്ടുയർത്തോ. ഊപ്പർ സേ സാരാ ഖേൽ ദേഖ്തേ രഹത്തെ ഹെ. വദനത്തിലിരുന്നു കൊണ്ട് ബാബ കുട്ടികളുടെ എല്ലാ കളിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആപ്പ് ഭി ദേഖ് സക്തേ ഹോ. നിങ്ങൾക്കും കാണാൻ കഴിയും. ബാബ വദനത്തിലിരുന്നു കൊണ്ട് താഴെ കുട്ടികൾ ഏത് രീതിയിലാണ് പുരുഷാർത്ഥം ചെയ്യുന്നതെന്നും ഏതെല്ലാം രീതിയിലുള്ള ചിന്തകൾക്കാണ് അധീനമാകുന്നതെന്നും ഏത് രീതിയിലാണ് തൻ്റെ സമയത്തെ ചിലവഴിക്കുന്നതെന്നും എല്ലാം ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നേരത്തെ തന്നെ ഓരോ കാര്യവും ബാബ കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് പുരുഷാർത്ഥത്തെ സ്നേഹിക്കൂ, തൻ്റെ അവസ്ഥയെ ഉയർത്തൂ. അഗർ അപ്പനി ഊഞ്ച് അവസ്ഥ മേ സ്ഥിത് ഹോക്കർ ദേഖോ തോ അപ്പനെ സഹിത് ഔരോं का भी खेल देखने में आएगा. തൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ വളരെയധികം ഉയർത്തിയിട്ട് സ്വയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെയും അതേപോലെ മറ്റെല്ലാവരുടെയും കളി നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാബ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി ഉയരുമ്പോൾ നമുക്ക് നമ്മളെയും കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെയും മനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അറിയാൻ കഴിയും. അത് ഓർമ്മിപ്പിക്കുകയാണ്. ബാപ്ദാദ തോ ദേഖ്തേ രഹത്തെ. ബാപ്ദാദ കുട്ടികളുടെ കളി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹസി കാ ഖേൽ ഹെ. ചിരിക്കാനുള്ള കളിയാണ്. ബഡേ ബഡേ മഹാരഥി ഷേർ സേ നഹി ഡർത്തെ മഗർ ചീട്ടി സേ ഡർ ജാത്തെ ഹെ. വലിയ വലിയ മഹാരഥി കുട്ടികൾ സിംഹത്തെ ഭയക്കുന്നില്ല, പക്ഷേ ഉറുമ്പിനെ ഭയക്കുന്നുണ്ട്. ഷേർ സേ ബഡാ സഹജ് മുക്കാബല കർ ലേത്തെ ലേക്കിൻ ചീട്ടി കോ കുചൽനെ കാ തരീക നഹി ജാൻതെ. സിംഹത്തെ വളരെ ധൈര്യത്തോടുകൂടി വളരെ സഹജമായിട്ട് തരണം ചെയ്യാറുണ്ട്. എന്നാൽ ഉറുമ്പിൻ്റെ രീതിയെ മറികടക്കാൻ അറിയില്ല എന്ന്. ഇവിടെ ബാബ നമ്മളെ മഹാരഥികൾ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ സഹജമായിട്ട് തരണം ചെയ്യും. പക്ഷേ വരുന്ന ചെറിയ ചെറിയ പരിതസ്ഥിതികളിൽ ഭയന്നു പോകുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശരിയാണ്, മനസ്സിൻ്റെ സ്ഥിതി ശക്തമാണെങ്കിൽ ബാബ കൂടെയുണ്ട് എങ്കിൽ ഒരു പ്രശ്നവും ഒരു പ്രശ്നമല്ല. പക്ഷേ പലപ്പോഴും മനസ്സ് തളരാനുള്ള കാര്യം ബാബയുടെ കൈയും കൂട്ടും നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനെന്നുള്ള ഭാവത്തെ വിട്ടിട്ട് ബാബ എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാകുകയില്ല. യഹ് ഹേ മഹാരഥിയോं का खेल. ഘോഡേ സവാർ പതാ ഹേ ക്യാ കർത്തേ ഹേ. അപ്പം നമ്മുടെ ആധ്യാത്മിക സൈന്യത്തിൽ മഹാരഥികളുടെ കളിയാണ് ബാബ ഈ പറഞ്ഞത്. അതായത് മഹാരഥികൾ സിംഹത്തെ ഭയക്കുന്നില്ല, പക്ഷേ ചെറിയ ചെറിയ ഉറുമ്പുകളെ ഭയക്കുന്നുണ്ട്. ഇനി അടുത്തത് സൈന്യം കുതിരപ്പടയാണ്. അപ്പോൾ കുതിരപ്പട എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു, ബാബ ഗ്യാലപ്പ് ചെയ്യുന്നുണ്ട്. ഘോഡേ സവാർ കാ ഭി ഖേൽ ദേഖ്തേ. കുതിരപ്പടയുടെയും കളി കാണുന്നുണ്ട്. മഹാരഥിയോं का तो सुनाया. മഹാരഥികൾ കളിക്കുന്ന കളി എന്താണെന്ന് ബാബ കേൾപ്പിച്ചു. ഘോഡേ സവാർ ജോ ഹേ ഉനോമേ ഹിമ്മത്ത് ഉത്സാഹ് ബഹുത്ത് ഹേ പുരുഷാർത്ഥമേ കദം ഭി ബഢാത്തെ ഹേ. കുതിരപ്പടയിൽ ധൈര്യവും ഉത്സാഹവും വളരെയധികം ഉണ്ട്. പുരുഷാർത്ഥത്തിൽ വളരെയധികം മുന്നോട്ട് സ്റ്റെപ്പും വയ്ക്കുന്നുണ്ട്. ലേക്കിൻ ഗ്യാലപ്പ് കർത്തെ കർത്തെ फिसलते भी नहीं, गिरते भी नहीं, तकते भी नहीं, अधक भी है, चलते भी बहुत अच्छे हैं, लेकिन
जो मार्ग की सीन सिनरियाँ हैं उसमें ആകർഷിത് हो जाते हैं. കുതിരപ്പടയുടെ കാര്യം ബാബു പറയാണ്. അതായത് അവർ വളരെ ധൈര്യമുള്ള കുട്ടികളാണ്, വളരെ ഉണർവും ഉത്സാഹവും ഒക്കെ ഉണ്ട്, പുരുഷാർത്ഥത്തിനുള്ള ചുവടുകളും വളരെ ധൈര്യത്തോടെ വയ്ക്കുമെന്ന്. അങ്ങനെ പുരുഷാർത്ഥം ചെയ്ത് ഗ്യാലപ്പ് ചെയ്ത് വഴുതിപ്പോകുന്നുമില്ല, വീഴുന്നുമില്ല, ക്ഷീണിക്കുന്നുമില്ല. അക്ഷീണരുവാണ്, വളരെ നന്നായി നടക്കുന്നുമുണ്ട്. പക്ഷേ മാർഗത്തിലെ വഴിയോര കാഴ്ചകളിൽ ആകൃഷ്ടരായി പോകുന്നുണ്ട്. എന്തെല്ലാമാണോ ഈ ജീവിത നാടകത്തിൽ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സീനറികൾ, അതിൽ പല കുട്ടികളും വീണു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ബാബ കുതിരപ്പടയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അപ്പനെ പുരുഷാർത്ഥ കോ ചലാത്തെ ഭി രഹത്തെ ഹൈ, ലേക്കിൻ ദേഖ്നെ കെ സംസ്കാർ ജാസ്തി ഹൈ. അപ്പോൾ ബാബ സൈന്യത്തിൽ മഹാരഥികളുടേത് കേൾപ്പിച്ചു, അടുത്ത് ബാബ കുതിരപ്പടയുടേത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പുരുഷാർത്ഥമൊക്കെ ചെയ്യുന്നുണ്ട്, വളരെ ധൈര്യമുണ്ട്. പക്ഷേ സീനറികൾ കാണുന്ന സംസ്കാരം വളരെ കൂടുതലാണ്. യഹ് ക്യാ കർ രഹേ ഹൈ, യഹ് കൈസേ കർത്തേ ഹൈ, തോ ഹം ഭി കരേ. ഇവരെന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരെങ്ങനെയാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ എനിക്കെന്താ ചെയ്താൽ ഞാനും അങ്ങനെ ചെയ്യും. റീസ് കർത്തേ ഹൈ, അങ്ങനെ ഒരു മത്സരബോധത്തിലേക്ക് വരികയാണ്. തോ ഘോഡേ സവാരോമേ ദേഖ്നെ കാ ആകർഷൺ ജാതാ ഹൈ. അപ്പോൾ കുതിരപ്പടയിൽ നോക്കുന്ന ആകർഷണം കൂടുതലാണ്. മറ്റുള്ളവരെ നോക്കുക, മറ്റുള്ള കാഴ്ചകൾ കാണുക, അതിൽ ആകൃഷ്ടരാകുക, ആ ഒരു സംസ്കാരം വളരെ കൂടുതലായിട്ടുണ്ട്. പ്യാദോങ്കി ഏക് ഹസി കി ബാത്ത് ഹൈ. കാലാൾപ്പടയുടെ കാര്യം പിന്നെ ചിരിക്കാനുള്ള കാര്യമാണ്. ഖേൽ സുനാ രഹേ ഹേന, ബാബ കളിയെക്കുറിച്ചാണല്ലോ കേൾപ്പിക്കുന്നത്, കളിയാണല്ലോ, അപ്പോൾ അതിൽ ചിരിയൊക്കെ വരും. അപ്പം ബാബ പറയാണ് ചിരിക്കാനുള്ള കാര്യമാണ് കേൾപ്പിക്കുന്നത്. വോ ക്യാ കർത്തേ ഹേ, അവരെന്താ ചെയ്യുന്നത്? ഹോത്തി ഹേ ബഹുത് ചോട്ടി സി ബാത്, ലേക്കിൻ ഉസ്കോ ഇത്തനാ ബഡാ പഹാഡ് ബനാ ദേത്തെ. ചെറിയൊരു കാര്യമാണ്, പക്ഷെ അതിനെ ഇത്രയും വലിയ പർവ്വതമാക്കി മാറ്റുന്നു. പഹാഡ് കോ രായി നഹി, രായി കോ പഹാഡ് ബനാക്കർ ഉസ്മേ ഖുദ് ഹി പരേശാൻ ഹോ ജാത്തെ. പർവ്വതത്തെ പഞ്ഞിയല്ല, പഞ്ഞിയെ പർവ്വതമാക്കി അതിൽ സ്വയം തന്നെ അസ്വസ്ഥരാകുകയാണ്. ഇതാണ് കാലാൾപ്പടയുടെ അവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കി ചിന്തിച്ച് അതിൽ തന്നെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സ്വഭാവക്കാരാണ് കാലാൾപ്പട എന്ന് ബാബ പറയാണ്. ശരിക്കും കാര്യത്തെ ചെറുതും വലുതുമാക്കുന്നത് നമ്മുടെ കൈകളിലാണ്. പഞ്ഞിയെ പർവ്വതമാക്കുകയല്ല വേണ്ടത്, പർവ്വതത്തെ പഞ്ഞിയാക്കുകയാണ് വേണ്ടത്. പക്ഷേ കാലാൾപ്പട നേരെ തിരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാബയ്ക്ക് ചിരി വരുന്നത് എന്ന് പറഞ്ഞു. ഹൈ കുച്ചുബീനെ, ഒന്നും ഉണ്ടാവില്ല കാര്യം. ഉൻകോ സബ് കുച്ച് ബനാദേത്തെ, എല്ലാം ആക്കി തീർക്കും. ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, വെറും നിസ്സാരമാണ്, പക്ഷേ അതിനെ വലുതാക്കി തീർക്കും. ഊഞ്ചാ ഊഞ്ചാ ദേക്ക് ഹിമ്മത്ത് ഹീൻ ഹോ ജാത്തെ. അത് ചിന്തിച്ചും പറഞ്ഞും അതങ്ങനെ വലുതാക്കി ഭാവനയിൽ വലുതായി കണ്ടുകൊണ്ട് പിന്നെ ധൈര്യമില്ലാത്തവരായിത്തീരും. അയ്യോ ഇത്രയും വലിയ പ്രശ്നമാണ്, ഇത്രയും വലിയ പ്രശ്നമാണ്. ആ രീതിയിൽ മനസ്സ് തളർന്നു പോകും. फिर भी वर्तमान समय जो भी तीनों ही हैं उनमें से आधा क्वालिटी ऐसी है जो अपने को कुछ बदल रहे हैं. മഹാരഥി, കുതിരപ്പട, കാലാൾപ്പട, ഈ മൂന്ന് സൈന്യത്തിലും കുറച്ച് പേര് അങ്ങനെയുണ്ട്. പ്രത്യേകിച്ചും ബാബ പറയുന്നത് പകുതി ക്വാളിറ്റി അങ്ങനെയാണ്. അവർ കുറച്ച് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് മാറ്റം എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾ. इसलिए फिर भी बाप दादा हर्षित होते हैं, उनकी हिम्मत उल्लास कदम आगे बढ़ता हुआ देख. അതുകൊണ്ട് ബാബ് ദാദായ്ക്ക് പിന്നെയും സന്തോഷമുണ്ട്. കുട്ടികൾ ധൈര്യത്തോടെ ഉത്സാഹത്തോടെ ഉന്നതിയിലേക്ക് വരുന്നതിനുള്ള ചുവട് വയ്ക്കുന്നുണ്ടല്ലോ, അത് കണ്ടിട്ട് ബാബയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹരേക് സേ പൂछे कि कौन कौन महारथी घोड़े सवार प्यादे हैं तो बता सकेंगे.
അപ്പോൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ആരാണ് മഹാരഥി, ആരാണ് കുതിരപ്പട, ആരാണ് കാലാൾപ്പട എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? ശരിക്കും പറയാൻ കഴിയും. ലക്ഷണം ബാബ വളരെ കറക്റ്റായിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ബാബ മഹാരഥിയുടെ ലക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. മഹാരഥി വലിയ വലിയ കാര്യങ്ങളൊന്നും ഭയക്കുകയില്ല, എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പലപ്പോഴും ഭയന്നു പോകാറുണ്ട്. രണ്ടാമത് കുതിരപ്പടയുടെ കാര്യത്തെക്കുറിച്ചും ബാബ പറഞ്ഞു. അതായത് അവർ കൂടുതൽ ധൈര്യമൊക്കെയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും വഴിയോര കാഴ്ചകളിലും അതേപോലെ മറ്റുള്ളവരെ കാണുന്നതിലും നോക്കുന്നതിലും അവർക്ക് വലിയ താല്പര്യമാണ്. പിന്നെ കാലാൾപ്പട ഒരു കാര്യമില്ലെങ്കിലും കാര്യം ഉണ്ടാക്കി സ്വയം തന്നെ അതിൽ വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. അപ്പോൾ ഈ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയും, ഞാൻ ഏത് സൈന്യത്തിലാണ് വരുന്നത്, മഹാരഥിയിലാണോ അതോ കുതിരപ്പടയിലാണോ അതോ കാലാൾപ്പടയിലാണോ? ഓം ശാന്തി.